പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സർക്കസ് നല്ല പിതാവേ, തിരുവാദത്തിലായിരിക്കാൻ തൊക്കാൻ ലഭിക്കുന്ന വലിയൊരു സാവകാശത്തിനായി സ്തോത്രം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം മാത്രമല്ല, ഞങ്ങളുടെ ജീവിതകാലം ഒക്കെയും എൻ്റെ കർത്താവിൻ്റെ അൻപുള്ള കരങ്ങൾ ഞങ്ങളെ സൂക്ഷിച്ച് പരിപാലിച്ചു. അങ്ങളിൽ നിന്ന് അനുഭവിക്കുന്നതായ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുവാനും സ്തോത്രം കരയറ്റുവാനും കിട്ടുന്ന വലിയൊരു സാവകാശത്തിനായി സ്തോത്രം. ആലയത്തിലേക്ക് കടന്നു വരുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഞങ്ങളുടെ ഭവനങ്ങളാകുന്ന ആലയങ്ങൾ തുറന്നിട്ടുകൊണ്ട് ഓൺലൈനിലൂടെ തന്നെ ആരാധിപ്പാൻ ഞങ്ങൾ ഒരുക്കുന്നല്ലോ. ഇന്നത്തെ ശുശ്രൂഷയെ മാനിക്കണമേ. ആദ്യന്തം ദൈവത്തിന് കൃപയെ ആവരിക്കണമേ. പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കായി സ്തോത്രം. കർത്താവ് വിവിധങ്ങളായ ഭാഗങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയതിന്മേൽ വ്യാപരിക്കണമേ, അനുഗ്രഹിക്കണമേ. മാനവും മഹത്വം കർത്താവിന് മാത്രമായിരിക്കട്ടെ, യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ദൈവനാമസ്തുതിക്കും മഹത്വത്തിനുമായി ജ്ഞാനകീർത്തനങ്ങളിൽ 141 പാട്ട് പാടാം. ഹിം നമ്പർ 141. ഭൂവാസികൾ സർവ്വരുമേ സന്തോഷമുള്ള സ്വരത്തെ കർത്താവിനുയർത്തിയിടുവിൻ. ആനന്ദത്തോടെ വന്ദിപ്പിൻ. യഹോവാ ദൈവമെന്നുമേ നാമല്ല അവൻ മാത്രമേ. നമ്മെ ഉണ്ടാക്കി പാലിച്ചു തൻ ജനമായി വീണ്ടെടുത്തു. തൻ ആലയെ പ്രവേശിപ്പിൻ. ആനന്ദത്തോടെ സ്തുതിപ്പിൻ. സങ്കീർത്തനങ്ങൾ പാടുവിൻ. സന്തോഷത്തോടെ ഇരിപ്പിൻ. തൻ സ്നേഹം നിത്യമുള്ളത്. തൻ കൃപ സ്ഥിരമുള്ളത്. തൻ വാഗ്ദത്തങ്ങളൊക്കെയും എപ്പോഴും താൻ നിവർത്തിക്കും. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ ആദരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. തൃത്വത്തിനെ സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ.
ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളെ വീണ്ടെടുപ്പാനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തുന്നത് നിന്നിൽ മാത്രം ആകുന്നുവല്ലോ. ഈ ആരാധന സമയത്തെ നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. നിന്റെ ആത്മീയ വരങ്ങൾ ഞങ്ങളുടെ മേൽ പകരണമേ. ഈ വിശുദ്ധമായ ശാന്തസമയം ദൈവിക കാര്യങ്ങൾ ഞങ്ങൾക്ക് പ്രയോജനമായി തീരുവാനും നീ ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന വേലയെ തേക്കേണ്ടതിന് ഞങ്ങളെ പുതുക്കി ശക്തീകരിക്കുവാനും കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പാപാസ്വികാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴിയ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടത്ര നമുക്ക് ഉള്ളത്. നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ശോധന ചെയ്യാം. നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായിട്ട് ഏറ്റുപറയാം. തുടർന്നുള്ള പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയും മഹാകരുണമുള്ള പിതാവേ, ഞങ്ങൾ കാണുന്ന പോയ ആളുകളെപ്പോൾ നിന്റെ വഴികളിൽ നിന്നെ തെറ്റിച്ച് നീതിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളെ, വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങൾ ഏറ്റവും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിശുദ്ധ കൽപ്പനകളെ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചെയ്താത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യവുമില്ല. രക്ഷന്മാരായ കുറ്റക്കാരായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, തങ്ങളുടെ പിഴകളെ ഏറ്റുവരുന്നു ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നീ മനുഷ്യോക്ത രക്തവാക്തത്വ പ്രകാരം അനുഭവിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള പിതാവേ, നിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വത്തിനായിട്ട് ഞങ്ങളിന്മേൽ ദൈവത്തോട് നീതിയോട് സംഭവത്തോടെ കണ്ടതിന് ക്രിസ്തു നിമിത്തം കൃപ ചെയ്യണമേ. ആമേൻ. കരുണയുള്ള കർത്താവേ, നിന്റെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ട് ശാന്ത മനസ്സോടെ നിന്നെ സേവിക്കുവാനായിട്ട് അവർക്ക് പാപമോചനവും സമാധാനവും നൽകണമെന്ന് കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. കർത്താവിനെ സ്തുതിക്കുവീൻ. 95-ാം സങ്കീർത്തനം. വരുവീൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും ഇത് മഹാരാജാവ് തന്നെ. സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി. കരയും അവന്റെ കൈകൾ മനഞ്ഞിരിക്കുന്നു. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ വ്യയിക്കുന്നതിനും അവന്റെ കൈക്കലെ ആടുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ.
ഇന്നത്തേക്കുള്ള പ്രത്യേക സങ്കീർത്തനം Psalm 20. Let us read Psalms 27 verses 1 to 14. Psalms 27 verses 1 to 14. The Lord is my light and my salvation. I will fear no one. The Lord protects me from all danger. I will never be afraid. When evil men attack me and try to kill me, they stumble and fall. Even if a whole army surrounds me, I will not be afraid. Even if enemies attack me, I will still trust the God. I have asked the Lord for one thing only do I want, to live in the Lord's house all my life, to marvel there at its goodness, and to ask for his guidance. In times of trouble, he will shelter me. He will keep me safe in his temple and make me secure on a high rock. So I will triumph over my enemies around me. With shouts of joy, I will offer sacrifice in his temple. I will sing, I will praise the Lord. Hear me, Lord, when I call to you. Be merciful and answer me. When you said, "Come and worship me," I answered, "I will come, Lord." Don't hide yourself from me. Don't be angry with me. Don't turn your servants away. You have been my help. Don't leave me. Don't abandon me. O God, my Savior. My father and mother may abandon me, but the Lord will take care of me. Teach me, Lord, what you want me to do, and lead me along a safe path, because I have many enemies. Don't abandon me to my enemies, who attack me with lies and threats. I know that I live to see you, the Lord's goodness in his present life. Trust in the Lord, have faith, do not despair, trust in the Lord. Glory be to the Father, the Son, and the Holy Spirit. As it was in the beginning, is now, and forever shall be, world without end. Amen. ഒന്നാം പാഠം ഫസ്റ്റ് ലെസൺ. Today's first lesson is taken from the book of Zechariah, chapter 4, verses 1 to 14. Zechariah, chapter 4, verses 1 to 14. Then the angel who talked with me returned and wakened me, as a man is wakened from his sheep. He asked me, "What do you see?" I answered, "I see a solid gold lampstand with a ball at the top and 7 lights on it, with 7 channels to the lights. Also there are 2 olive trees by it, one on the right of the ball and the other on its left." I asked the angel who talked with me, "What are these, my lord?" He answered, "Do you not know what these are?" "No, my lord," I replied. So he said to me, "This is the word of the Lord to Zerubbabel. Not by might nor by power, but by my Spirit, says the Lord Almighty. What are you, O mighty mountain? Before Zerubbabel you will become level ground. Then he will bring out the capstone to shouts of God bless it, God bless it. Then the word of the Lord came to me. The hands of Zerubbabel have laid the foundation of his temple. His hands will also complete it. Then you will know that the Lord Almighty has sent me to you. Who despises the day of small things? Men will rejoice when they see the plumb line in the hand of Zerubbabel. These 7 are the eyes of the Lord, which range throughout the earth. Then I asked the angel, "What are these 2 olive trees on the right and the left of the lampstand?" Again I asked him, "What are these 2 olive branches beside the 2 gold pipes that pour out golden oil?" He replied, "Do you not know what these are?" "No, my lord," I said. So he said, "These are the 2 who are anointed to serve the Lord of all the earth." Here ends the first lesson. ദൈവമേ നിനക്ക് സ്തോത്രം ഉണ്ടാകട്ടെ.
കന്യാമറിയാമിന്റെ പാട്ട് നമുക്ക് പ്രതിവാക്യമായിട്ട് ചൊല്ലാം. കന്യാമറിയാമിന്റെ പാട്ട്. എന്റെ ഉള്ളം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ആത്മാവ് രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്നെ വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവന്റെ നാമം പരിശുദ്ധം തന്നെ. അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറയോളം ഇരിക്കുന്നു. വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിറക്കി ആണവരെ ഉയർത്തിയിരിക്കുന്നു. ചിന്തിരിക്കുന്നവരെ നന്മകളാൽ നിറച്ച് സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് ചെയ്തതുപോലെ അബ്രഹാമിനും എന്റെ സന്തതിക്കും ഇതേക്കും കരുണ ഓർക്കേണ്ടതിന് ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദ്യമെങ്കിലും ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. രണ്ടാം പാഠം, സെക്കൻഡ് ലെസൺ. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം പാഠ വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 10 മുതൽ 15 വരെയുള്ള ദൈവത്തിന്റെ തിരുവചനങ്ങളെ കേൾപ്പീൻ. Today's second lesson is taken from 1 Corinthians chapter 3 verses from 10 to 15. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നും ഇടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോട് വെളിപ്പെട്ട് വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന്റെ പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും. എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. ഇങ്ങനെ ഇവിടെ രണ്ടാം പാഠം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. ദൈവമേ നിനക്ക് സ്തോത്രം ഉണ്ടാകട്ടെ. വിശുദ്ധ സുവിശേഷം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായം 14-ാം വാക്യം മുതൽ 16-ാം വാക്യമുള്ള ദൈവതിരുവചനങ്ങളെ കേൾപ്പീൻ. Gospel according to St. Matthew chapter 5 verses 14 to 16. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയൻ കീഴല്ല, തണ്ടിന്മേൽ അത്ര വെക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കും. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ക്രിസ്തുവേ നിനക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. There's a call comes ringing. Send the light in the garden. There's a call comes ringing o'er the restless wind. Send the light, send the light. There are souls to rescue, there are souls to save. Send the light, send the light, send the light. The blessed gospel light, let it shine from shore to shore. Send the light, the blessed gospel light, let it shine forevermore. We have heard the Macedonian call today. Send the light, send the light, and a grateful offerings at the cross we lay. Send the light, send the light, send the light, the blessed gospel light, let it shine from shore to shore. Send the light, the blessed gospel light, let it shine forevermore.
May the grace of Jesus unto all abound. Send the light, send the light, and a Christ-like spirit everywhere be found. Send the light, send the light, send the light, the blessed gospel light. Let it shine from shore to shore. Send the light, the blessed gospel light. Let it shine forevermore. Let us not grow weary in the work of love. Send the light, send the light, while we gather jewels for a crown above. Send the light, send the light, send the light, the blessed gospel light. Let it shine from shore to shore. Send the light, the blessed gospel light. Let it shine forevermore. പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ, തിരുപാദത്തിൽ നിന്റെ മക്കളായ ഞങ്ങളായിരിക്കുന്ന നാഥ, ഞങ്ങളുടെ ഭവനങ്ങളാകുന്ന ആലയങ്ങൾ കർത്താവിന് വേണ്ടി തുറന്നിട്ടുകൊണ്ട് കുടുംബമായി ആരാധിപ്പാൻ ഞങ്ങൾക്ക് ലഭിക്കുന്ന വലിയൊരു സാവകാശത്തിനായി സ്തോത്രം. ആരാധന മാനിക്കുന്ന കർത്താവെ, അല്പസമയം ഞങ്ങൾ വായിച്ചു കേട്ട തിരുവചന വേദഭാഗത്തിലൂടെ ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ ശോധന ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അപ്പന്റെ ശബ്ദം കേൾപ്പാൻ ഞങ്ങൾ ഹൃദയങ്ങളെ തുറക്കണമേ. അടിയനെ നിന്റെ വചനത്തിൽ അഭിഷക്തനാക്കണമേ. മാനവും മഹത്വം കർത്താവിന് മാത്രമായിരിക്കട്ടെ, യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു ദിനം കൂടെ നമ്മുടെ സൃഷ്ടാവും പരിപാലകനുമായ വലിയവനായ ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് ലഭിക്കുന്ന വലിയൊരു സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവേശുവിൽ ഇന്നത്തെ ആരാധനയിൽ പങ്കെടുക്കുന്ന ഏവരെയും വന്ദനം ചൊല്ലി ഞാൻ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. നമ്മുടെ കൂടിയോരോ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് ആലയങ്ങൾ പൂർണ്ണമായി തുറന്ന് വിശുദ്ധ സംസർഗ ശുശ്രൂഷ ലഭിച്ചില്ല എങ്കിലും ആലയം തുറന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റ് ക്രമീകരണങ്ങളൊക്കെ സമയാസമയങ്ങളിൽ ലഭ്യമായി തീരട്ടെ. സകുടുംബം ദൈവാലയത്തിൽ വന്ന് ആരാധിപ്പാൻ നമുക്ക് അവസരം ഒരുക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഇന്ന് തിരുസഭ യൂണിറ്റി സൺഡേ ആയി അല്ലെ യൂണിറ്റി ഫ്രൈഡേ ആയി ആചരിക്കുകയാണ്. സഭൈക്യ ഞായർ എന്നാണ് ഈ ദിവസത്തെ പ്രത്യേകമായി വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയ്ക്ക് ശേഷം സഭ ഒന്നായി ആയിട്ടാണ് ആരംഭിച്ചത്. എന്നാൽ ഇന്ന് സഭകൾ അനേക ആയിരക്കണക്കിനായി ഭിന്നിച്ച് ഓരോ ദിനവും വളർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 37 മില്യൺ ചർച്ചസ് ലോകത്തെങ്ങുമുണ്ട് എന്ന് പറയുന്നു. 34,000 ക്രിസ്ത്യൻ ഡിനോമിനേഷൻസ് ഉണ്ട്. അതിൽ കൂടുതൽ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം, എങ്കിൽ ഏകദേശ കണക്കുകളാണ്. പ്രധാനമായിട്ടുള്ള ചർച്ചസ് എന്ന് പറയുന്നത്, മേജർ ചർച്ചസ് നമ്മൾ അറിയപ്പെടുന്നത്, ഒന്ന് ആംഗ്ലിക്കൻ അല്ലെങ്കിൽ എപ്പിസ്കോപ്പൽ ചർച്ച്, പിന്നെ റോമൻ കാത്തലിക്സ്, മെത്തഡിസ്റ്റ്, ബാപ്റ്റിസ്റ്റ്, ലൂതറിൻ, പ്രസ്ബിറ്റേറിയൻ, പിന്നെ പെന്തക്കോസ്റ്റൽ വിഭാഗങ്ങൾ, അസംബ്ലീസ് ഓഫ് ഗോഡ് മുതലുള്ള ചർച്ചുകൾ. ഏകദേശം 30,000 ക്രിസ്ത്യൻ ഓർഗനൈസേഷൻസ് ലോകത്തെമ്പാടുമുണ്ട് എന്ന് കണക്കുകൾ രേഖപ്പെടുത്തുകയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സമൂഹമുള്ളത് അല്ലെങ്കിൽ വിഭാഗങ്ങളുള്ളത് ക്രൈസ്തവ സമൂഹമാണ്. ഏകദേശം ലോകത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രാതിനിധ്യം വെച്ച് നോക്കുമ്പോൾ 31% ക്രൈസ്തവ സമൂഹമാണ് ലോകത്തുള്ളത്. രണ്ടാം സ്ഥാനം ഇസ്ലാം മത വിശ്വാസികൾക്ക് 24%. പിന്നെ വരുന്നത് ഹൈന്ദവ സമൂഹമാണ് 70%. അങ്ങനെയെങ്കിൽ ഈ മജോറിറ്റി ആയിട്ടുള്ള ക്രൈസ്തവ സമൂഹം ഇന്ന് വിവിധങ്ങളായി പിരിഞ്ഞ് ഏറെ സഭകളായി നിൽക്കുകയാണ്. ഓരോ ദിനവും ഓരോ സഭകൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സഭകളെല്ലാം ഒന്നായി ക്രിസ്തുവിൽ നയിക്കപ്പെടുവാൻ ക്രിസ്തു ആഗ്രഹിക്കുകയാണ്.
ക്രിസ്തുവിന്റെ സഭ എന്നുള്ള നിലയിൽ കർത്താവിന്റെ ആഗ്രഹവും പ്രതീക്ഷയും എന്ന് പറയുന്നത് എല്ലാവരും ഒന്നായി ഒരു ഇടയന്റെ കീഴിൽ ആരാധിച്ച് ഒരിടയെ നയിക്കുന്ന ആട്ടിൻകൂട്ടത്തിൽ അംഗങ്ങളായിരിക്കാൻ ദൈവം കർത്താവ് ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഐക്യ ഞായർ, യൂണിറ്റി ഞായർ എന്നുള്ള ദിനം നമ്മൾ ആചരിക്കുമ്പോൾ നാം ചിന്തിക്കുന്ന വിഷയം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ആംഗ്ലിക്കൻ പാരമ്പര്യത്തിലുള്ള 3 സഭകളുടെ ഐക്യമാണ്. ഒന്ന് CSI, CNI, മാർത്തോമ. ഈ 3 സഭകൾ ചേർന്നുള്ള ഐക്യ പ്രസ്ഥാനങ്ങൾ, ഐക്യ ആരാധനകൾ ലോകം മുഴുവൻ നടന്നു വരുന്നുണ്ട്. അത് ലോകത്തിന് വലിയ സാക്ഷ്യമായിട്ട് നമുക്ക് കാണുവാനായിട്ട് ഇടയായി തീരും. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം നമുക്ക് തന്നിരിക്കുന്നത് തണ്ടിന്മേൽ കത്തിച്ചു വെച്ച വിളക്ക്, ലൈറ്റ് ഓൺ ദ ലാംപ് സ്റ്റാൻഡ്. തണ്ടിന്മേൽ കത്തിച്ചു വെച്ച വിളക്ക് എന്നുള്ള വിഷയമാണ് നാം ഇന്ന് പങ്കുവയ്ക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം വായിച്ചു കേട്ടല്ലോ. മാത്യു ചാപ്റ്റർ 5:14. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. തുടർന്ന് കർത്താവ് പറയുന്നു, മലമേൽ ഇരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയൻകീഴല്ല തണ്ടിന്മേൽ അത്ര വയ്ക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുകയാണ്. A city that is set on a hill cannot be hidden, nor do they light a lamp and put it under a basket, but on a lampstand, and it gives light to all who are in the house. അപ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും വെളിച്ചം പകരുന്ന തണ്ടിന്മേൽ വെച്ച വിളക്ക് പോലെ ദൈവമക്കൾ ലോകത്തിന് വെളിച്ചം പകരണമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആണല്ലോ സഭയുടെ നാഥൻ, സഭയുടെ തല. അങ്ങനെയെങ്കിൽ സഭാമക്കൾ എല്ലാം ക്രിസ്തു ആകുന്ന സഭയിലെ അവയവങ്ങളാണ്. 1-ാം നൂറ്റാണ്ടിൽ തന്നെ കർത്താവായ യേശുക്രിസ്തുവിന് ശേഷം തന്നെ സഭയിൽ അനേകവും ഭിന്നതകളൊക്കെ ഉടലെടുത്തിട്ടുണ്ട്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ ആശങ്കപ്പെട്ട് പറയുന്നു. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 12-13 വാക്യങ്ങളിൽ 1 Corinthians chapter 1 verse 12-13. ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്നു പോൽ ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ? പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ? അല്ല, പൗലോസിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേറ്റുവോ? അപ്പോൾ അവിടെ പൗലോസ് കൊരിന്ത്യ സഭയോട് ചോദിക്കുന്നു, നിങ്ങളിൽ ഓരോരുത്തൻ പറയുന്നു, ഞാൻ പൗലോസിന്റെ പക്ഷക്കാരനാണ്, ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരനാണ്, ഞാൻ കേഫാവിന്റെ പക്ഷക്കാരനാണ്, ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരനാണ്. അപ്പോൾ പൗലോസ് അവരോട് ചോദിക്കുകയാണ്, ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ? ഈസ് ക്രൈസ്റ്റ് ഡിവൈഡഡ്? കർത്താവ് നിങ്ങൾ വിഭജിച്ചെടുക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. സഭ പിളരുമ്പോൾ അല്ലെങ്കിൽ സഭ വിഭിന്നമാകുമ്പോൾ ക്രിസ്തുവിനെ വിഭാഗിക്കുന്നത് പോലെയാ, ക്രിസ്തുവിനെ നുറുക്കുന്നത് പോലെയാ പൗലോസ് അപ്പോസ്തലന്റെ ചിന്തകൾ എന്ന് പറയുന്നത്. ക്രിസ്തു ഇല്ലാത്ത സഭ ഒരു സഭയല്ല, ക്രിസ്തു ഇല്ലെങ്കിൽ സഭയില്ല. എന്നാൽ പൗലോസ് പറയുന്നത് പോലെ ഇന്ന് വ്യക്തികളുടെ പേരിൽ സഭകൾ ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവിന്റെ സ്ഥാനം ഇന്ന് മനുഷ്യ ജീവിതങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ക്രിസ്തുവില്ലാത്ത സഭകൾ അനുദിനം വളർന്നു വരികയാണ്. സഭ തണ്ടിന്മേൽ കത്തിച്ചു വെച്ച വിളക്ക് പോലെ ലോകത്തിന് വെളിച്ചം കൊടുക്കേണ്ടവരാണെന്നാണ് ഇന്നത്തെ ചിന്ത നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം ദൈവം അല്ലെങ്കിൽ നാം ആരാധിക്കുന്ന ക്രിസ്തു നിത്യപ്രകാശമാണ്. സൃഷ്ടിയുടെ ആരംഭത്തിങ്കൽ തന്നെ ദൈവം ആദ്യമായി പ്രപഞ്ചത്തിൽ ശബ്ദിച്ച ശബ്ദമായിട്ട് നമ്മൾ കേൾക്കുന്നത് വെളിച്ചമുണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും 3-ാം വാക്യം. വെളിച്ചമുണ്ടാകട്ടെ എന്നുള്ള ദൈവശബ്ദമായിരുന്നു പ്രപഞ്ചത്തിൽ മുഴങ്ങി ആദ്യമായി കേട്ടത്. ലെറ്റ് there be light and there was light. അപ്പോൾ വെളിച്ചം ഉണ്ടായി. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ച് വെളിച്ചമുണ്ടായി. 1 യോഹന്നാൻ 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ 1 John chapter 1 verse 5-ൽ ദൈവം പറയുന്നു, ദൈവത്തിന്റെ വചനം പറയുന്നു, യോഹന്നാൻ പറയുന്നു, ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. God is light and it him is not darkness at all. വെളിച്ചമാകുന്ന ദൈവത്തിൽ ഇരുട്ടിന്റെ അംശമില്ല. വെളിച്ചത്തെ സൃഷ്ടിച്ച ദൈവം പറയുന്നത് നല്ലതെന്ന് ദൈവം കണ്ടു. വെളിച്ചം ഉണ്ടാക്കിയ ശേഷം നല്ലതെന്ന് കണ്ടു. ഗുഡ്
saw the light, it was good. God saw the light, it was good. ദൈവം വെളിച്ചമുണ്ടാക്കിയതിനു ശേഷം അതിനെ കണ്ട് നല്ലത് എന്ന് ദൈവം പറയുകയാണ്. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിക്കുന്നു. God divided the light from the darkness. അപ്പോൾ അന്ധകാരം മൂടിക്കിടന്നതായി ലോകത്തിൽ ഭൂമിയെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ആ അന്ധകാരം നീക്കുവാൻ ദൈവം എന്ത് ചെയ്തു? ഇരുട്ടും വെളിച്ചവും തമ്മിൽ വേർപിരിക്കുകയാണ്. ആ വെളിച്ചം ഇന്നും ലോകത്ത് നിലനിൽക്കുകയാണ്. അപ്പോൾ വെളിച്ചമാകുന്ന ദൈവം ഈ ഭൂമിയിലേക്ക് അവൻ മനുഷ്യാവതാരം ചെയ്തു. ക്രിസ്തു ആകുന്ന വെളിച്ചം ലോകത്തിന് ദാനമായി നൽകി. യേശു പറയുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകും. അല്ലെ, ലോകത്തിന്റെ വെളിച്ചം പകർന്ന ആ ദൈവശബ്ദത്തിന്റെ മനുഷ്യാവതാരമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാകുന്ന ലോകത്തിന് വെളിച്ചം പകരാൻ വന്ന ക്രിസ്തു. ലോകത്തിന് വെളിച്ചം പകരാൻ കഴിയുന്നവർ മനുഷ്യജീവിതങ്ങളാണ് എങ്കിലും കർത്താവിന്റെ വരവോടുകൂടെ കർത്താവിന് മാത്രമേ ലോകത്തിന് വെളിച്ചം പകരാനായിട്ട് സാധ്യമായി തീരുന്നുള്ളൂ എന്നൊക്കെ പറയുന്നു. ക്രിസ്തു നിത്യപ്രകാശമായി ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ സുവിശേഷകൻ പറയുന്നു, ജോൺ ചാപ്റ്റർ 1:9, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. മതി. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. കർത്താവ് ലോകത്തിലേക്ക് നിത്യപ്രകാശമായി യാതം ചെയ്തത് സകല മാനവരാശിയെയും പ്രകാശത്തിൽ വസിപ്പാനാണ്, ലോകത്തിൽ പ്രകാശം പരത്താനാണ് കർത്താവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്നത്. കർത്താവ് പറയുന്നത്, ഞാൻ ലോകത്തിൽ ഇരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു. അപ്പൊ കർത്താവ് ലോകത്തിൽ ഇരിക്കുന്നിടത്തോളം ലോകത്തിന്റെ മുഴു ലോകത്തിന്റെയും വെളിച്ചമാണ്. ഒരു ഭാഗത്ത് മാത്രമല്ല, കർത്താവിന്റെ പ്രകാശം ലോകം മുഴുവൻ പരന്നു നിൽക്കുകയാണ്. അപ്പൊ ലോകത്തിന് വെളിച്ചം കൊടുത്ത് കർത്താവ് തന്റെ ദൗത്യം നിറവേറ്റി പിതാവിന്റെ സന്നിധിയിലേക്ക് മടങ്ങിപ്പോയി. കർത്താവിന്റെ ദൗത്യം കഴിഞ്ഞു. ഞാൻ ലോകത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം, ഇരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചം. കർത്താവ് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിന് വെളിച്ചം പകർന്നു കൊടുക്കേണ്ടത് ആരാ? ദൈവമക്കളാണ്, അല്ലെങ്കിൽ ദൈവസഭയാണ്. ദൈവസഭയെ ദൈവമക്കളെയും കർത്താവ് ഫലമേൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് തന്റെ മക്കളോട് പറഞ്ഞത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നുവെന്ന്. അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ച ദൈവം ലോകത്തിന് ക്രിസ്തു കാട്ടിക്കൊടുത്ത വെളിച്ചത്തിന് മാതൃക പകരുവാൻ കഴിയണം. ഇന്നത്തെ നമ്മുടെ പഴയ നിയമ വേദഭാഗം വായിച്ചു കേട്ടപ്പോൾ സെക്കരിയ പ്രവാചക പുസ്തകം 4-ാം അധ്യായമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അതിന്റെ ഒന്നുമുള്ള ചില വാക്യങ്ങൾ ഇങ്ങനെ പ്രവാചകൻ ദർശനം കാണുകയാണ്, ദിവ്യ ദർശനം കാണുകയാണ്. മുഴുവനും പൊന്നുകൊണ്ടുള്ള ഒരു വിളക്ക് തണ്ടും തലക്കൽ ഒരു കുടവും അതിന്മേൽ 7 വിളക്കും, 7 വിളക്കിന് 7 കുഴൽ, കുടത്തിന്റെ വലതും ഇടത്തും 2 ഒലിവ് മരങ്ങൾ. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് പ്രവാചകന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ല. കാരണം ഒരു വിളക്ക് തണ്ട്, അതിന്റെ മുകളിലൊരു കുടം, അതിന്റെ മുകളിൽ 7 ശാഖകൾ, അവിടെ വെളിച്ചം പകരാനായിട്ട് അത് നിൽക്കുന്നു. മാത്രമല്ല അപ്പുറവും ഇപ്പുറവും 2 ഒലിവ് മരങ്ങളും നിൽക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെന്ന് അറിയുവാനായിട്ട് ആര് ശ്രമിക്കുന്നു? പ്രവാചകൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിന്റെ അരുളപ്പാട് എന്തായിരുന്നു? വിളക്ക് തണ്ട് എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ കാണിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവാണ് വിളക്ക് തണ്ട് എന്ന് പറയുന്നത്. ആ കുടവുമൊക്കെ യേശുക്രിസ്തുവിനെ കാണിക്കുകയാണ്. എണ്ണ നിറയ്ക്കുന്ന കുടം. നമുക്കറിയാം, ഒരു വിളക്കിനെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ, നാട്ടിലൊക്കെ ഇപ്പം വിളക്കില്ല, വിളക്കിന്റെ ഉപയോഗം എന്തെന്ന് അറിയില്ല, എങ്കിലും ആ വിളക്കിൽ എണ്ണ നിറയ്ക്കുകയാണ്. അതിന് കുടം പോലെ ഇരിക്കും, ഒരു തണ്ടിൽ ഇങ്ങനെ നൂർത്ത് നിർത്തിക്കുകയാണ്. അതിൽ എണ്ണ നിറച്ച് കഴിയുമ്പോഴാണ് അതിന് മുകളിൽ ഇങ്ങനെ തിരിയായിട്ട് കത്തി ശോഭിക്കുന്നത്. അപ്പൊ അങ്ങനെയെങ്കിലും വിളക്ക് തണ്ടും ആ കുടവും ഒക്കെ കർത്താവായ യേശുക്രിസ്തുവും, തുടർന്നുള്ള ശാഖകൾ ദൈവസഭ അല്ലെങ്കിൽ ദൈവമക്കളാണ്. ഒലിവ് മരങ്ങൾ 2 അഭിഷക്തന്മാരെന്ന് പറയുന്നു. അത് മോശയും ഏലിയാവുമായിരിക്കുന്നു എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒലിവ് മരത്തിൽ ഉണ്ടാകുന്ന ഫലം, ഒലിവ് കായ്കൾ ഇടിച്ച് ആണ് എണ്ണയുണ്ടാക്കുന്നത്. കുടത്തിൽ അത് നിറയ്ക്കണം. ആ എണ്ണയാണ് വിളക്കിൽ വെളിച്ചമായി മാറുന്നത്. എണ്ണയില്ലെങ്കിൽ
എന്തില്ല, വിളക്ക് കത്തുവാനായിട്ട് സാധ്യമല്ല, തിരികൾ കത്തുവാനായിട്ട് സാധ്യമല്ല. എണ്ണ വളരെ പരമപ്രധാനമാണ്. ഈ ലോകത്തിലെ അന്ധകാരം അകറ്റാൻ ദൈവമക്കൾ വെളിച്ചങ്ങളായി പ്രകാശിക്കണം. ഒരു തണ്ടിന്മേൽ പല ശാഖകളായി സമൂഹത്തിന് വെളിച്ചം പകരണം. പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നു, പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം അതിന്റെ പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 31 വാക്യങ്ങളിൽ, നിങ്ങൾ തങ്കം കൊണ്ടൊരു നിലവിളക്ക് ഉണ്ടാക്കണം, 7 ശാഖകൾ അതിന് ഉണ്ടാക്കണമെന്ന് ദൈവം പറയുന്നു. മാത്രമല്ല, അതിൽ എണ്ണ നിറയ്ക്കുവാൻ ഇടിച്ചെടുത്ത ഒലിവെണ്ണ നിങ്ങൾ നിരന്തരമായി ദൈവാലയത്തിൽ കൊണ്ടുവരണം. ദൈവത്തിന് വലിയ ആഗ്രഹവും പ്രതീക്ഷയുമായിരുന്നു. ദൈവാലയത്തിൽ നിത്യം പ്രകാശിക്കുവാൻ തങ്കം കൊണ്ട് ഒരു നിലവിളക്ക് ഉണ്ടാക്കണം. 7 ശാഖകൾ അതിന് ഉണ്ടാകണം. അതിൽ എണ്ണ എപ്പോഴും ഒഴിക്കണം, കത്തിക്കൊണ്ടിരിക്കുക. ആ എണ്ണയ്ക്ക് വേണ്ടി ആവശ്യമായ ഒലിവെണ്ണ, ഇടിച്ചെടുത്ത ഒലിവെണ്ണ പ്രത്യേകം ദൈവം പറയുക, ദൈവമക്കൾ നിരന്തരമായി ആലയത്തിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കണം. അങ്ങനെയായിരുന്നു ദൈവാലയത്തിൽ നിത്യം പ്രകാശം പരത്തിക്കൊണ്ടിരുന്നത്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ, റെവലേഷൻ ചാപ്റ്റർ 1:12, 7 പൊൻ നിലവിളക്കുകൾ നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച് കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവനെ ഞാൻ കണ്ടുവെന്ന് യോഹന്നാൻ പത്മോസ് ദ്വീപിലെ ദർശനത്തിലൂടെ പറയുകയാണ്. അവിടെ പറയുന്നു 7 പൊൻ നിലവിളക്കുകൾ, നടുവിൽ മാറത്ത് പൊൻകച്ച് കെട്ടിയവനായ ഒരു മനുഷ്യപുത്രൻ. ആരാണ്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആകുന്നു നടുവിൽ. അതിന് ചുറ്റും ആണ് 7 പൊൻ നിലവിളക്കുകളെ നമുക്ക് അവിടെ കാണാൻ കഴിയും. 7 നക്ഷത്രം വലകയിൽ പിടിച്ചിട്ടുണ്ട്. 7 നക്ഷത്രം സഭകളുടെ ദൂതൻ, 7 നിലവിളക്ക് 7 സഭകളുമാണെന്ന് പറയും. അപ്പൊ കർത്താവായ യേശുക്രിസ്തു നടുവിൽ വിളക്ക് തണ്ട് പോലെ നിൽക്കുകയും അതിൽ നിന്നും 7 സഭകൾ, എഫെസോസിലെ 7 സഭകളെ അവിടെ പ്രതിദാനം ചെയ്യുകയാണ്. യോഹന്നാൻ ദർശനം കാണുന്നത് അതാണ്. അപ്പോൾ യേശുക്രിസ്തു ആകുന്ന ആ തണ്ടിന്മേൽ 7 സഭകൾ എഫേസ്യ ദേശത്തുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഒന്നാമത് സഭകളുടെ ദൗത്യം എന്ന് പറയുന്ന, സഭകൾ ക്രിസ്തു ആകുന്ന വിളക്ക് തണ്ടിന്മേൽ ചേർന്ന് നിന്ന് സമൂഹത്തിന് വെളിച്ചം പകരണം. ക്രിസ്തു ആകുന്ന വിളക്ക് തണ്ടിന്മേൽ അതിൽ നിന്നും ഒലിവെണ്ണ നിറച്ച് അതിൽ നിന്നും ശാഖകളായി പിരിഞ്ഞ് സമൂഹത്തിന് വെളിച്ചം പകരേണ്ടവരാണ്. രണ്ടാമത്, ഉലുവൃക്ഷത്തെ പോലെ സ്വയം തകർന്ന് വിളക്കിന് ആവശ്യമായ എണ്ണ പകരേണ്ടവരാണ്. ഒലിവുമരം 2 സക്രിയ പ്രവാചകൻ കണ്ടത്, ഒന്ന് മോശയും ഒന്ന് ഏലിയാവുമായിരുന്നല്ലോ. ഈ ലോകത്ത് ദൈവമക്കൾ കർത്താവിന് വേണ്ടി തകർക്കപ്പെടണം, മുറുക്കപ്പെടണം, നിന്ദകളും പരിഹാസങ്ങളും ഏൽക്കണം. അപ്പോൾ എന്ത് കിട്ടും? ഒലിവെണ്ണ, എണ്ണ ലഭിക്കും. ആ എണ്ണയാണ് തണ്ടിലൊഴിച്ച് വിളക്കുകൾ കത്തിക്കേണ്ടതെന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയും, 128-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യത്തിൽ, Psalm 128:3, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ വളരണം ഇരിക്കും. അപ്പോൾ നമ്മുടെ മേശയ്ക്ക് ചുറ്റും നമ്മുടെ തലമുറകൾ ഒലിവ് തൈകൾ പോലെ വളരണം. ഒലിവ് തൈ എന്ന് പറയുന്നത് എണ്ണ പകരുന്നതാണ്, ആസ്വാദ്യകരമാണ്, വെളിച്ചം പകരുന്ന ഒരു വലിയ അനുഭവമാണ്, സമൃദ്ധിയുടെ അനുഭവമാണ്. അത് ദൈവം നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. മൂന്നാമത്, സഭകൾ ഐക്യപ്പെട്ട് ക്രിസ്തുവിന്റെ സാക്ഷികളാകേണ്ടവരാണ്. ഭിന്നതകൾ മറന്ന്, അനൈക്യങ്ങൾ മറന്ന് ക്രിസ്തുവിൽ ഒന്നായി കർത്താവിന്റെ സാക്ഷ്യത്തെ പ്രഖ്യാപിക്കാനുള്ള ചുമതലയുണ്ട്. അനേക മതവിശ്വാസങ്ങൾ ഉള്ള സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്, അല്ലെ? അനേകമായ മതവിശ്വാസങ്ങളുണ്ട്. അതിന്റെ മധ്യത്തിൽ മജോറിറ്റി എന്ന് അവകാശപ്പെടുന്ന ക്രൈസ്തവ സമൂഹം ഒരു മനസ്സോടെ, ഐക്യത്തോടെ ഒരുമിച്ച് സാക്ഷ്യം ഒഴിപ്പാൻ കഴിയണം. അത് ഇന്നത്തെ സമൂഹത്തിന്, അല്ലെങ്കിൽ ഈ അനേക വിശ്വാസമുള്ള സമൂഹത്തിന് വലിയൊരു മാതൃകയായി നാം വർത്തിക്കേണ്ടവരാ. ക്രിസ്തുവിൽ ഒന്നാണ് നാം എന്ന സമൂഹം അറിയണം. അനൈക്യം എന്ന് പറയുന്നത് ഭിന്നിപ്പിക്കുന്ന അവസ്ഥയാണ്. അത് സാത്താന്റെ പ്രവൃത്തിയാണ്. ഭിന്നിപ്പിക്കുന്നത് സാത്താന്റെ അവസ്ഥയാണ്. എന്നാൽ ഐക്യപ്പെടുത്തുന്നത് എന്താ? പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മ ഒരിക്കലും ഭിന്നിപ്പിക്കത്തില്ല. സാത്താന്യ ശക്തികൾ എന്തുണ്ടാക്കും? ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് സഭകളെ ഭിന്നിപ്പിക്കുന്നു, മനുഷ്യനെ ഭിന്നിപ്പിക്കുന്നു, അനൈക്യത്തിലാക്കുകയാണ്. അന്ധകാരമയമായ ഈ ലോക ശക്തികളെ കീഴ്പ്പെടുത്തി തണ്ടിന്മേൽ കത്തിച്ചു വെച്ച വിളക്ക് പോലെ സമൂഹത്തിന് വെളിച്ചം പകരാൻ തിരുസഭയ്ക്കും ദൈവമക്കൾക്കും കഴിയട്ടെ. ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ, യെശയ്യാ ചാപ്റ്റർ 60:1, എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും
കൂരിരുട്ട ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷം ആകും. അപ്പോൾ ദൈവമക്കളുടെ മേൽ ദൈവം നിന്റെ പ്രകാശം പരത്തുകയാണ്. അവൻ ദൈവം പ്രകാശമായിരുന്നു, വെളിച്ചത്തെ സൃഷ്ടിച്ചു, വെളിച്ചമായിരുന്നു. ക്രിസ്തു ഈ ലോകത്തിന്റെ വെളിച്ചമായി ലോകത്തിൽ കടന്നു വന്നു. ലോകത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ഞാൻ ലോകത്തിന് വെളിച്ചമാകുന്നു കർത്താവ് പറഞ്ഞു. കർത്താവ് പിന്നെ പോകുന്ന സമയത്ത് കർത്താവ് പറയുകയാണ്, ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചങ്ങളായി ഈ ലോകത്തിൽ ജീവിക്കണം, സമൂഹത്തിന് വെളിച്ചം പകരണം, സമൂഹത്തിന് സാക്ഷികളായി നിൽക്കണം, മാതൃകയായി ജീവിക്കണമെന്ന് കർത്താവ് അരുളി ചെയ്തു. എന്നാൽ ഇന്ന് നിലനിൽക്കുന്ന സഭയുടെ അനൈക്യങ്ങൾ അല്ലെങ്കിൽ ഭിന്നതകൾ മറന്നു ക്രിസ്തുവിൽ ഒന്നായി ചേർന്ന് കർത്താവായ യേശുക്രിസ്തു ആകുന്ന ശ്രേഷ്ഠ ഇടയന്റെ പിന്നാലെ ഒരാട്ടിൻകൂട്ടമായി നിത്യതയിൽ ചെന്ന് ചേരുവാനായിട്ട് ദൈവമക്കൾക്ക് കഴിയണം. കർത്താവ് അതാണ് നമ്മൾ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതാണ് ഒരാട്ടിൻകൂട്ടം, ഒരിടയൻ. കർത്താവ് യേശുക്രിസ്തു ആണ് ഒരിടയൻ, അതിന്റെ പിന്നാലെ യാത്ര ചെയ്യുന്ന ഒരാട്ടിൻകൂട്ടം. സ്വർഗരാജ്യം ഒന്നേ ഉള്ളൂ, അതിലേക്കുള്ള പ്രയാണത്തിലാണ് നാം ആയിരിക്കുന്നത്. നമ്മെ തന്നെ ഈ വചനത്തിന് കീഴിൽ ഫലമേൽപ്പിക്കാം. അപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനം മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അപ്പോസ്തല വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് പ്രഖ്യാപിക്കാം. സർവശക്തിയുള്ള പിതാവായി ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ പുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യമൽ ഉത്പാദിക്കപ്പെട്ടു, ജനിച്ചു, പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ട് ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചതിന് പിന്നെ ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് അവൻ ജീവനെയും മനുഷ്യരെയും ന്യായം വിധിക്കുവാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തെ പുനരുദ്ധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നിങ്ങളോടുകൂടിയും. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിസ്തരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. കടക്കാട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പെടുത്താതെ ദുഷ്ടൻ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതല്ലോ. ആമേൻ. ഇന്നത്തേക്കുള്ള പ്രത്യേകമായിട്ടുള്ള അപേക്ഷ സഭയ്ക്ക് ഞായർ പെന്തക്കോസ്തിന് മുൻപ് 25-ാമത്തെ വെള്ളി തണ്ടിന്മേൽ കത്തിച്ചു വെച്ച വിളക്ക് നിത്യപ്രകാശമായ ദൈവമേ, അന്ധകാരത്തെ അകറ്റാൻ ഈ ലോകത്തിന്റെ വെളിച്ചമായി വന്ന യേശു ക്രിസ്തുവിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, വിശ്വാസ സമൂഹത്തിൽ നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വൈവിധ്യങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഏക ഇടയനായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഏക ആട്ടിൻകൂട്ടമാണ് ഞങ്ങളെന്ന് വിശ്വസിക്കുന്നു. ഐക്യമുള്ളവരായിരിക്കാനും വ്യത്യസ്ത കാഴ്ചപ്പാടുകളെ അംഗീകരിക്കുന്നതോടൊപ്പം ഭിന്നതകളെ തരണം ചെയ്യുവാനുമുള്ള ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ. അന്ധകാരം ഞങ്ങളെ കീഴ്പ്പെടുത്തുവാൻ സമ്മതിക്കാതെ തണ്ടിന്മേൽ കത്തിച്ചു വെച്ച വിളക്ക് പോലെ അന്ധകാരത്തെ അകറ്റാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. കഴിഞ്ഞ ഒരാഴ്ചയിൽ ബർത്ത്ഡേയും വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ച എല്ലാവർക്കുമായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാൻ പ്രാർത്ഥിക്കാം. ദൈവമേ, സർക്കസം നല്ല പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് ഞങ്ങൾ നിന്റെ സന്നിധിയിലായിരിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയിൽ പിറന്നാൾ ആഘോഷിച്ച, വിവാഹവാസം ആഘോഷിച്ച എല്ലാ മക്കളെയും ദൈവരങ്ങളിലേക്ക് പേരുപേരായി സമർപ്പിക്കുന്നു. നാളുകൾ പെരുകുന്നത് കർത്താവിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തി വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് എന്ന് പറയുവാൻ മക്കളെ ഒരുക്കുന്നതിനായി സ്തോത്രം. സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണഭൂതനായ കർത്താവിന്റെ സന്നിധിയിൽ വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ മക്കളെ കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആര് സേവിച്ചാലും ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കാൻ സാക്ഷിപ്പാൻ നിന്റെ മക്കളെ ഒരുക്കണമേ. കുടുംബജീവൻ ധന്യമാക്കണമേ. പുതുവർഷം അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഗമനത്തിലും ആഗമനത്തിൽ നിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന ഘട്ടത്തിനായി സ്തോത്രം ചെയ്യുന്നു യേശുവിന് ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.
കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മന്റെ കൂട്ടായ്മയും കാവൽ സഹവാസം ദൈവമായ കർത്താവെ നമുക്കെല്ലാവരോടും കൂടെ എന്നും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അല്പസമയം നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി വിനിയോഗിക്കാം. ദൈവമേ, സർക്കസം നല്ല പിതാവേ, ഞങ്ങളുടെ ആവശ്യങ്ങളെ മാത്രമല്ല അനേകരുടെ ആവശ്യങ്ങളെ തിരുമുമ്പാകെ പകരുവാൻ മധ്യസ്ഥിവാൻ അങ്ങ് ഞങ്ങൾ ഒരുക്കുന്നതിനായി സ്തോത്രം. അടിയങ്ങളെയും കുടുംബമായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നാഥാ ഞങ്ങൾ കുടുംബമായി നിന്റെ ആലയത്തിൽ വന്ന് ആരാധിച്ച, മഹത്വപ്പെടുത്തി സന്തോഷിച്ച നല്ല സുദിനങ്ങളെ ഞങ്ങൾ ഓർക്കുകയാണ്. എന്നാൽ ഇന്ന് അതിന് കഴിയാതെ വരുന്ന സാഹചര്യമായിരിക്കും. എങ്കിലും ഓൺലൈനിലൂടെ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് ആരാധിപ്പാൻ അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തുന്നല്ലോ. ഇത്രത്തോളം കർത്താവ് ഞങ്ങളെ മാനിച്ചിരിക്കാൻ സ്തോത്രം. ഇന്നത്തെ ആരാധന ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നല്ലോ. ദൈവശബ്ദം ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. തണ്ടിന്മേൽ കത്തിച്ച് വെച്ച വിളക്ക് പോലെ ഞങ്ങളുടെ ഭവനത്തിലും സഭയിലും സമൂഹത്തിലും ഒക്കെ വെളിച്ചം പകരുന്നവരായിരിക്കാൻ അങ്ങ് ഞങ്ങൾ ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് കൂട്ടായി തന്നവർക്കായി സ്തോത്രം. ഞങ്ങൾക്ക് ദാനമായി തന്ന ഞങ്ങളുടെ മക്കളെ ദൈവങ്ങളിലേക്ക് പേരുപേരായി സമർപ്പിക്കുന്നതാണ്. കൊച്ചു വൈദ്യങ്ങൾക്കായി ശ്രദ്ധിക്കുന്ന കർത്താവ് അവരെ ബാല അരിശനെല്ലാം വിടുവിച്ച് വാഴ്ത്തി അനുഗ്രഹിക്കണം. പഠിക്കുന്ന എല്ലാ മക്കൾക്കായി ശ്രദ്ധിക്കുന്ന നാഥാ ഉന്നതമായ വിദ്യാഭ്യാസ ഭാവി അവർക്ക് കൊടുക്കണമേ. ഈ ലോകത്തിന് ജ്ഞാനം മാത്രമല്ല സ്വർഗീയ ജ്ഞാനത്തിനും ദൈവഭയത്തിനും മക്കൾ വളരുവാൻ സഹായിക്കണമേ. ബോർഡ് എക്സാം ഒക്കെ ആകുമ്പോഴും കർത്താവിന്റെ കരം അവർക്കെല്ലാം അനുകൂലമായിരുന്നു. നല്ലവണ്ണം പഠിച്ച് നല്ല വിജയം പ്രാപിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഞങ്ങളുടെ മക്കൾ പഠിക്കുവാൻ കടന്നു പോയിട്ടുണ്ട്. അവിടെ എല്ലാം അപ്പന്റെ കാര്യങ്ങൾ മക്കൾ സുരക്ഷിതരായിരിക്കട്ടെ. ജോലിക്ക് വേണ്ടി കടന്നു പോയിരിക്കുന്ന മക്കളോട് കൂടെ ഇരിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. ദുഷ്ടൻ അവരെ ഒന്നും നോക്കുവാൻ സമ്മതിക്കരുത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കൾക്കായി സ്തോത്രം. വാർദ്ധക്യത്തിൻ്റെതായ ക്ഷീണങ്ങൾ രോഗങ്ങളൊക്കെ അനുഭവിക്കുന്നതുകൊണ്ടപ്പാ കർത്താവെ ഞങ്ങൾ ശാരീരികമായി അകന്നു പാർത്താലും ആത്മീയമായി കർത്താവിന്റെ സന്നിധി താണിരുപ്പാൻ ഇടയാക്കണമേ. അവരുടെ മേൽ അപ്പൻ്റെ ദൃഷ്ടി ഉണ്ടായിരിക്കണമേ. കർത്താവിന്റെ കരങ്ങൾ മക്കളെല്ലാം സുരക്ഷിതരായിരിക്കട്ടെ. വാർദ്ധക്യത്തിലും ബലക്ഷയിക്കുമ്പോഴും മാറാത്ത കർത്താവ്, മറക്കാത്ത കർത്താവിന്റെ കരങ്ങൾ മക്കൾ വഹിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന നാഥ. അങ്ങനെ ഞങ്ങൾക്കുള്ള എല്ലാവർക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്. വിശേഷിച്ച് ഞങ്ങളുടെ സൺഡേ സ്കൂളിനായി സ്തോത്രം. സൺഡേ സ്കൂളിലെ എല്ലാ പ്രവൃത്തികളെയും എൻ്റെ കർത്താവ് മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് നേതൃത്വം വഹിക്കുന്ന ഹെഡ്മാസ്റ്റർ, മറ്റുള്ള അധ്യാപകർ, എല്ലാ പേരൻസിനും വിവരങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ യുവജന സഖ്യത്തിനായി സ്തോത്രം. യൂത്ത് മൂവ്മെന്റ് ലീഡർഷിപ്പ് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും എൻ്റെ കർത്താവ് മാനിക്കണം. വിശേഷിച്ചും UAE നടത്തപ്പെടുന്നതായ ക്രിക്കറ്റ് ടൂർണമെന്റ് അനുഗ്രഹമാക്കി തീർക്കണമേ. എൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന പ്രയത്നിക്കുന്ന നേതൃത്വം വഹിക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിന്റെ കൃപ വ്യാപരിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ് നാഥ. ഞങ്ങൾ കൊയറിനായി സ്തോത്രം ചെയ്യുന്നു. ലീഡർഷിപ്പ് വഹിക്കുന്ന ഓർഗൻ മാസ്റ്റേഴ്സിനായി സ്തോത്രം. എല്ലാ ഗായക സംഘ പ്രാർത്ഥിക്കുന്നു. ആലയത്തിലേക്ക് വന്ന് പാടുവാൻ എത്രയും വേഗം കർത്താവ് വഴി തുറന്നു കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിമൻസ് ലീഡർഷിപ്പിനെയും നേതൃത്വം വഹിക്കുന്ന സെക്രട്ടറി, മറ്റുള്ള എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണം. എല്ലാ പ്രവൃത്തികളെയും കർത്താവ് മാനിച്ചാൽ ലൈറ്റിക്കായി സ്തുതിക്കുന്നു. ചർച്ച് കമ്മിറ്റി അംഗങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ ആരാധന തുടങ്ങുവാൻ നല്ല ക്രമീകരണം ചെയ്യുവാൻ മക്കൾ ഒരുക്കുന്നല്ലോ. അനുഗ്രഹമാക്കി തീർക്കണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഐകമത്യത്തോടുകൂടെ തിരുസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി അധ്വാനിപ്പാൻ എല്ലാവരും ബലപ്പെടുത്തണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. ക്യാമ്പുകളിലായിരിക്കും ഞങ്ങളുടെ യുവ സഹോദരങ്ങൾക്കായി സ്തോത്രം. ഇന്നയോളം കർത്താവ് സൂക്ഷിച്ച് പരിപാലിച്ചതിനായി സ്തുതിക്കുന്നു. ഇനി അപ്പന്റെ കാര്യങ്ങൾ മക്കൾ സുരക്ഷിതരായിരിക്കട്ടെ. അവർ ജോലി ചെയ്യുന്ന ഇടങ്ങൾ, അവർ വസിക്കുന്ന ഇടങ്ങളെല്ലാം ദൈവകൃപ വ്യാപരിക്കണം. അവരെ കുടുംബമായി ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജോലികൾ നഷ്ടപ്പെട്ട് ബിസിനസ് തകർന്നു സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന ഭാരപ്പെടുന്ന എല്ലാ മക്കൾക്കും പുതുവഴികളെ തുറന്നു കൊടുക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കണം. കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ. അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമായിരിക്കാൻ വാഴ്ത്തുന്നു. മക്കളെല്ലാവരും ഞങ്ങൾ നിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പല വിധത്തിലെ അവസ്ഥയിലും ലോകത്തിന് അങ്ങോളം ഇങ്ങോളം തകർന്നിരിക്കുന്ന, നുറുങ്ങിയിരിക്കുന്ന, വേദനിക്കുന്ന ഹൃദയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പലവിധ രോഗത്താൽ, മഹാമാരിയാൽ ക്ലേശിക്കുന്ന, കഷ്ടപ്പെടുന്ന മക്കളോർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സസ്, മറ്റാരോഗ്യ പ്രവർത്തകർക്കായി സ്തോത്രം. വാക്സിനേഷനിലൂടെ കർത്താവെ കോവിഡ് മേൽ ജയമെടുപ്പാൻ ആഗ്രഹിക്കുന്നു. രക്തത്താലുള്ള ഒരു വലിയ വിടുതൽ മാനവരാശിക്ക് ലഭിക്കാൻ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോഴും ആ വിധത്തിൽ ഭീതിപ്പെടുന്ന, ആശങ്കപ്പെടുന്ന രാജ്യങ്ങൾ, ജനങ്ങളുമുണ്ടല്ലോ കർത്താവെ. അവർക്ക് വേണ്ടി എല്ലാം ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരം നിന്റെ മക്കളുടെ മേലെല്ലാം വയ്ക്കണം. ഞങ്ങൾ വസിക്കുന്ന ഇടങ്ങൾക്കായി സ്തുതിക്കുന്നു, രാജ്യങ്ങൾക്കായി സ്തുതിക്കുന്നു. ഞങ്ങളുടെ ബിഷപ്പുമാരെയും ഞങ്ങളുടെ അച്ഛന്മാരെയും ഞങ്ങൾ എല്ലാ സുവിശേഷകന്മാരെയും മിഷണറി സമൂഹങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന് അങ്ങോളം ഇങ്ങോളം ക്രൈസ്തവ സമൂഹങ്ങൾക്കുണ്ടാകുന്ന പീഡനങ്ങൾ, മിഷണറിമാർക്കുണ്ടാകുന്ന പ്രതിസന്ധികൾ ഒക്കെ അനവധിയായിരിക്കുന്നു. കർത്താവെ, നിന്റെ കരം നിന്റെ മക്കൾക്കെല്ലാം അനുകൂലമായിരിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ക്രൈസ്തവ സഭകൾക്കായി, മേലധ്യക്ഷന്മാർക്കായി, എല്ലാ ബിഷപ്പന്മാർക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു.
ഞങ്ങളുടെ ബിഷപ്പ് തിരുമേനിക്കായി സ്തുതിക്കുന്നു. മോഡറേറ്റർ തിരുമേനിയും എല്ലാ അച്ഛന്മാരെയും എല്ലാ സുവിശേഷകരും ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വസിക്കുന്ന രാജ്യങ്ങളിലെ സഭകൾക്കായി സ്തോത്രം. വിശേഷം UAE സഭകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അബുദാബി ദൈവാലയത്തിന്റെ പണികാര്യങ്ങൾ പുരോഗമിക്കുന്നു. അനുഗ്രഹമായി എത്രയും വേഗം പൂർത്തീകരിപ്പാൻ, അത് സന്തോഷിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അച്ഛനായി കുടുംബത്തിനായി വിശ്വാസികൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഷാർജ ഇടവകയ്ക്കായി അച്ഛനായി കുടുംബത്തിനായി വിശ്വാസികൾക്കായി സ്തോത്രം. ദുബായ് ഇടവകയ്ക്കായി അച്ഛനായ കുടുംബത്തിനായി വിശ്വാസികൾക്കായി സ്തുതിക്കുന്നു. വിശേഷിച്ചും ദുബായ് ഇടവയിൽ വെച്ച് നടത്തപ്പെടുന്ന കൺഫർമേഷൻ സർവീസ് അനുഗ്രഹമായി തീരണം. അഭിമന്യ തിരുമേനി അതിനുവേണ്ടി അഭിഷക്തരാക്കണം. കർത്താവ് ക്ലാസ്സുകൾ നടത്തുന്ന അച്ഛനെയും പഠിക്കുന്ന എല്ലാ കുട്ടികളെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയിൽ നിന്നും കുട്ടികൾ കടന്നു പോകുന്നുണ്ടല്ലപ്പാ. ഡിസംബർ മാസം 2 നടത്തപ്പെട്ട ശുശ്രൂഷ മാനിക്കണമേ. കർത്താവിന്റെ കരം, കർത്താവിന്റെ കൃപ അതിന്മേൽ വ്യാപരിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. നാഥ, ഞങ്ങൾ വസിക്കുന്ന രാജ്യങ്ങളെ ഭരണകർത്താക്കളെ ഞങ്ങൾ ഏൽപ്പിക്കുമ്പോൾ UAE രാഷ്ട്രത്തിനായി സ്തോത്രം. ഇവിടെ ഭരിക്കുന്ന ഭരണകർത്താക്കൾക്ക് കർത്താവ് ഇത്രത്തോളം വിവേകവും പരിജ്ഞാനവും കൊടുത്ത് ഈ ദേശത്ത്, രാജ്യത്ത് ശാന്തിയും സമാധാനവും നന്മകളും വിളയുവാൻ ഇടയാക്കുന്നതിനായി സ്തുതിക്കുന്നു. ഇനിയും അപ്രകാരം തന്നെ ആയിരിക്കട്ടെ കർത്താവെ. ഞങ്ങൾ വസിക്കുന്ന രാജ്യത്തും സമൂഹത്തും സമാധാനമുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ തലമുറയ്ക്കും വേണ്ടിയാണല്ലോ. ഈ കാലം അത്രയും ഈ രാജ്യത്തെ നന്മകൾ അനുഭവിപ്പാൻ തലമുറകളായി നീ ഒരുക്കുന്നല്ലോ കർത്താവ്. ഇനി നന്മകൾ ഇവിടെ വിളയട്ടെ. ഇവിടെ നടത്തപ്പെടുന്ന എക്സ്പോ 2020 അതും അനുഗ്രഹമാക്കി തീർക്കട്ടെ കർത്താവെ. അതിലൂടെ ലഭിക്കുന്ന നന്മകൾ ഈ സമൂഹത്തിന് ഞങ്ങൾക്ക് എല്ലാവർക്കും ആയിരിക്കാൻ അനുഗ്രഹമായിരിക്കാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ പ്രകൃതിയുടെ ദുരന്തത്താൽ, വെള്ളപ്പൊക്കത്തിന്റെ കെടുതിയാൽ, ജലപ്രളയത്താൽ അനേകരുടെ അധ്വാനങ്ങളും പ്രയത്നങ്ങളും എല്ലാം നഷ്ടമാക്കി. അനേക ജീവിതങ്ങൾ മാറ്റപ്പെട്ടു. യുദ്ധത്തിന്റെ ഭീതിയിലും ഭീകരപ്രവർത്തനത്തിന്റെ കെണിയിലും പെട്ട് സ്വന്തം രാജ്യം വിട്ട് അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന ജീവിതങ്ങൾ അനവധിയായിരിക്കുന്നു. അങ്ങനെ ക്ലേശിക്കുന്ന ഭാരപ്പെടുന്ന എല്ലാ സമൂഹത്തെയും ദൈവകരങ്ങളിലേക്ക് നിങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവർക്ക് സഹായഹസ്തങ്ങൾ നീട്ടി അവരെ സ്വീകരിച്ചിരിക്കുന്ന രാജ്യങ്ങളെയും അവർക്ക് വേണ്ടി സഹായിക്കുന്ന എല്ലാ കരങ്ങളെയും കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കണം. ഒരു നേരത്തെ ഭക്ഷണമില്ലാതെയും പാർപ്പിടമില്ലാതെയും വസ്ത്രമില്ലാതെയും ഒക്കെ അനേക ജീവിതങ്ങൾ ക്ലേശിക്കുന്നു, ഭാരപ്പെടുന്നുണ്ട് കർത്താവ്. കണ്ണിന്റെ മുമ്പിൽ തങ്ങളുടെ സ്വത്തും തങ്ങളുടെ ഭവനവും എല്ലാം ഒഴുകിപ്പോയ അനേക ജീവിതം നമ്മുടെ കേരളത്തിലുണ്ടല്ലോ. അടിക്കടി പലവിധ ദുരന്തങ്ങൾ നമ്മുടെ കേരള മണ്ണിൽ ഉണ്ടാകുകയാണ്. ഭരണകർത്താക്കൾക്ക് വേണ്ടുന്നതായ കൃപയും ശക്തിയും കർത്താവ് ആത്മാവിൽ അവിടെ നിയന്ത്രിക്കണമേ. നിന്റെ കൃപ നിന്റെ മക്കളുടെ മേൽ വ്യാപരിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവിധമായ ആവശ്യഭാരങ്ങളെയും എല്ലാ ചിന്താകുലങ്ങളെയും ദൈവകരങ്ങളിലേക്ക് നിങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് അനുഭവിച്ചതായ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി, സ്തുതിയും സ്തോത്രം അർപ്പിച്ചുകൊണ്ട് പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള ദൈവമേ, സകലവരുടെയും പിതാവേ, അയോഗ്യരാടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആതുരകരണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനവും മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചവനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും എല്ലാറ്റിനും മേലായി കർത്താവായ യേശു ക്രിസ്തു മൂലം ലോകത്തെ വേണ്ടിയെടുത്ത അതിന്റെ വിലമുച്ചുകൂടാത്ത സ്നേഹത്തിന് വേണ്ടിയും കൃപാ വഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായം കൂടാതെന്നുള്ളതായി തീരേണ്ടതിനും നിന്നെ സേവിക്കുന്നത് ഞങ്ങളെ ഏൽപ്പിച്ച ഞങ്ങളുടെ നാളുകളൊക്കെയും ശുദ്ധിയോട് നീതിയോട് നടന്ന് ഞങ്ങളുടെ അതരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും നിന്റെ സകല കരങ്ങളുടെയും തക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. അവനും നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനം മഹത്വം കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. കർത്താവേ, നോക്കി വിളിക്കുന്നവരായ ജനങ്ങളുടെ പ്രാർത്ഥനകളെ കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇന്ന കാര്യങ്ങളെ ചെയ്യേണ്ടതാവുന്നവർ കണ്ടറിയുവാനും അവയെ വിശ്വസ്തയോടെ നിവർത്തിക്കുവാൻ അവർക്ക് കൃപയും ശക്തിയും ലഭിക്കുവാനും കർത്താവായ യേശു മിശിഹാ മൂലം കൃപ അരുളണമേ. ആമേൻ. ക്രിസ്തീയ ഗീതങ്ങൾ 356, നമ്പർ 356.
എന്നോടുള്ള നിൻ സർവ്വനന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. ഇപ്പോളെന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. നന്ദി കൊണ്ടെന്റെ ഉള്ളം നന്ദി നിറയുന്നേ സന്നാഹമോടെ സ്തുതി പാടിടുന്നേ. ദേവസന്നാഹമോടെ സ്തുതി പാടിടുന്നേ. പാപത്തിൽ നിന്നു എന്നെ കോരിയെടുപ്പാനായി ശാപശിക്ഷകളേറ്റ ദേവാത്മജാ. മഹാശാപശിക്ഷകളേറ്റ ദേവാത്മജാ. അന്ത്യം വരെയുമെന്നെ കാവൽ ചെയ്തിടുവാൻ അന്തികയുള്ള മകൾ ശക്തിനിയേ. അന്തികയുള്ള മകൾ ശക്തിനിയേ. മന്നിയിടത്തിൽ അടിയൻ ജീവിക്കുന്നാളെന്നും വന്ദനം ചെയ്യും തിരുനാമത്തിനു. ദേവവന്ദനം ചെയ്യും തിരുനാമത്തിനു. സകല നല്ല ദാനങ്ങളുടെയും ദാതാവായ ദൈവമേ, നിന്റെ ജനങ്ങളുടെ വഴിപാട് കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ലോകത്തിലെങ്ങും സമാധാനവും സമൃദ്ധിയും വർദ്ധിച്ചു വളരുവാൻ തക്കവണ്ണം ഈ വഴിപാട് അർപ്പിക്കുന്ന ജനങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്നത്തെ ആരാധനയിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. ലെസൺസ് വായിച്ച പ്രിയപ്പെട്ട മക്കൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ഗാനങ്ങൾക്ക് നേതൃത്വം വഹിച്ച പ്രിയപ്പെട്ട കുടുംബങ്ങൾക്കായി സ്തോത്രം. എല്ലാവരെയും ദൈവകരണങ്ങളിലേക്ക് ഫലമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യൂട്യൂബിൽ കണക്ഷൻ കിട്ടാൻ എന്തോ ടെക്നിക്കൽ എറർ ഉണ്ടായിരുന്നു. അത് കൊണ്ടാണ് നമ്മൾ സൂം പ്ലാറ്റ്ഫോമിൽ തന്നെ സർവീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. ടെക്നിക്കൽ പ്രോബ്ലം വന്നല്ലോ, പ്രത്യേകമായി എല്ലാവരും സഹകരിക്കുക. നമ്മുടെ ഇൻറ്റർസെസറി പ്രെയർ മുടക്കം കൂടാതെ എല്ലാ ദിവസവും ബുധനാഴ്ച 7:30 മണിക്ക് നടത്തപ്പെടുകയാണ്. വിമൻസ് ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ പ്രെയർ ഫെലോഷിപ്പ് 18-ാം തീയതി 18th നവംബർ വ്യാഴാഴ്ച 8 മണിക്ക് നടത്തപ്പെടുന്നു. താല്പര്യമുള്ള ദൈവമക്കൾക്ക് അതിൽ പ്രവേശിക്കാവുന്നതാണ്. സൺഡേ സ്കൂൾ
മുടക്കം കൂടാൻ നടന്നു വരുന്നു. 12:15 ആരംഭിക്കും. മാതാപിതാക്കൾ കുട്ടികളെ അതിനുവേണ്ടി സജ്ജരാക്കിയിരിക്കുന്നു. ഈ യൂത്ത് ക്രിക്കറ്റ് ടൂർണമെന്റ് ഡിസംബർ മാസം 1-ാം തീയതി, ഡിസംബർ 1 നടത്തപ്പെടുകയാണ്. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തു വരുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളാണ് ഈ യൂത്തിന്റെ ക്രിക്കറ്റ് ടൂർണമെന്റ് ഹോസ്റ്റ് ചെയ്യുന്നത്. ജബലിലി യൂത്ത് മൂവ്മെന്റ് ആണ് നമ്മുടെ സഭയായിട്ടാണ്. അതുകൊണ്ട് സഭാമക്കൾ ആത്മാർത്ഥമായി അതിൽ പങ്കെടുക്കണം. വിവിധങ്ങളായിട്ടുള്ള ചുമതലകൾ വഹിക്കേണ്ടതായിട്ടുണ്ട്. അതിന് നിയോഗിക്കുമ്പോൾ നിങ്ങൾ അത് ഏറ്റെടുക്കണം, അതിൽ വന്ന് സംബന്ധിക്കണം. വിജയകരമായി തീരുവാനായിട്ട് നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. യുവജനങ്ങൾ മാത്രമല്ല, സഭാവിശ്വാസികൾ എല്ലാവരെയും അതിനുവേണ്ടി പ്രത്യേകമായി ക്ഷണിക്കുന്നു. വിവിധങ്ങളായ കാര്യങ്ങൾക്ക് നേതൃത്വം വഹിക്കാൻ നിങ്ങളെ പ്രത്യേകമായി ക്ഷണിക്കുമ്പോൾ, വിളിക്കുമ്പോൾ സമയബന്ധിതമായി കടന്നു വന്നത് സഹകരിക്കണമെന്ന് പ്രത്യേകമായി ഓർപ്പിക്കുകയാണ്. യൂത്ത് മെമ്പർഷിപ്പ് പുതുക്കാനുള്ള അവകാശമുണ്ട്. അനു രാഹുലിനെ സമീപിക്കണം അതിനുവേണ്ടി എന്ന് പ്രത്യേകമായി ഓർപ്പിക്കുകയാണ്. UAE പ്രത്യേകിച്ചും ദുബായ് ദേവാലയത്തിൽ നടത്തപ്പെടുന്നതായ കൺഫർമേഷൻ സർവീസ് ഡിസംബർ മാസം 2-ാം തീയതി നടത്തപ്പെടുകയാണ്. CSC മധ്യകാല മഹായുടെ ബിഷപ്പ് റൈറ്റ് അവർ ഡോക്ടർ മലയിൽ സാബുഖുഷി ബിഷപ്പിനാൽ നടത്തപ്പെടുന്ന കൺഫർമേഷൻ സർവീസിലേക്ക് എല്ലാവരെയും പ്രത്യേകമായി ക്ഷണിച്ചിട്ടുണ്ട്. നമ്മുടെ സഭയിൽ നിന്നും ജെറമി, ഷോണ്, നഥനിയ, സ്റ്റീവൻ, റൂബൻ റോയ്, റൂബൻ ജോർജ് എന്നിവരുണ്ട്. പ്രത്യേകമായി പ്രാർത്ഥിക്കുക. അപ്പം തിരുമേനിയെ അതിനുവേണ്ടി അഭിഷക്തനാക്കി അയക്കട്ടെ. പ്രത്യേകം എല്ലാവരും പ്രാർത്ഥിക്കണം. നമ്മുടെ സഭയിൽ അഭിമന്യ തിരുമേനിയുടെ സാന്നിധ്യം ഉണ്ടാകും. ഡിസംബർ മാസം 3-ാം തീയതിയാണ്, വെള്ളിയാഴ്ച, ഉച്ചയ്ക്ക് ശേഷം 2:30 മണിക്കാണ്. 3rd ഡിസംബർ ഫ്രൈഡേ 12:30 PM. എല്ലാവർക്കും അതിൽ പങ്കെടുക്കാം എന്ന് പ്രത്യേകമായി ഓർപ്പിക്കുകയാണ്. അഭിമന്യ തിരുമേനി അലയൻസ് സഭയും വിസിറ്റ് ചെയ്യുന്നുണ്ട്. 5th സൺഡേയിലാണ് അവിടെ വിസിറ്റ് ചെയ്യുന്നത്. വൈകുന്നേരം 8 മണിക്കായിരിക്കും. അതിനുള്ള ക്രമീകരണം ചെയ്തു വരികയാണ്. നമ്മുടെ ദൈവാലയത്തിൽ അറ്റൻഡൻസ് കൂട്ടി അനുവാദം ലഭിച്ചിരിക്കുകയാണ്. 100 പേർക്ക് വരെ ആരാധനയിൽ പങ്കെടുക്കാം. കുട്ടികൾക്കൊക്കെ പങ്കെടുക്കാം. ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ നമുക്ക് മിനിമമായിട്ട് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനിയും നമ്മൾ ഈ ഓൺലൈൻ സർവീസിനെ കുറിച്ച് ഇന്നത്തെ കമ്മിറ്റി ഒരു തീരുമാനമെടുക്കുന്നതാണ്. അടുത്ത നാളുകളിൽ അത് ഉണ്ടായിരിക്കുമോ എന്നുള്ള ചിന്ത അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ വാട്സപ്പിലൂടെ അറിയിക്കുന്നതാണ്. അപ്പോൾ 100 പേർക്ക് ആരാധനയ്ക്ക് പങ്കെടുക്കാനുള്ള അനുവാദം അവർക്ക് ലഭിച്ചിരിക്കുന്നു. വീണ്ടും കമ്മ്യൂണിനും പിന്നെ സമയം നീട്ടിക്കിടുന്ന കാര്യങ്ങളൊക്കെ പിന്നാലെ നമുക്ക് ലഭിക്കുന്നതാണ്. എല്ലാവരും ദൈവാലയത്തിലേക്ക് അടുത്ത ആഴ്ചയിൽ വരാനായിട്ട്, സകുടവും വരാനായിട്ട് ഒരുങ്ങുക. എല്ലാവർക്കും അതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നത് പ്രത്യേകമായി ഓർപ്പിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോട്ടീസായിട്ട് പറയാനുള്ളത്. പിന്നെ ഇന്ന് ടൈത്തിനുള്ള ദിവസമായിരുന്നു. ആദ്യത്തെ നിങ്ങൾ വരാത്തത് കൊണ്ട് ടൈത്ത് സമർപ്പിക്കുന്ന അടുത്ത ദിവസങ്ങൾ സമർപ്പിക്കുക. നമ്മുടെ ഓഫറുകളൊക്കെ കളക്ട് ചെയ്ത് ദൈവാലയത്തിൽ ഏൽപ്പിക്കുക. നമ്മുടെ ഹാർവെസ്റ്റ് ഫെസ്റ്റിവലിനുള്ള കവർ നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ജനറൽ ബോർഡിയുടെ തീരുമാനം അനുസരിച്ച് കവറിൽ നിങ്ങളുടെ ഹാർവെസ്റ്റിന്റെ ഷെയർ സമർപ്പിക്കേണ്ടതാണ് എന്ന് ദൈവമക്കളെ പ്രത്യേകമായി ഓർപ്പിക്കുന്നു. അടുത്ത ഞായറാഴ്ചത്തെ നമ്മുടെ സർവീസ് ഗേൾ ചൈൽഡ് ഡേ ആയിട്ടാണ്, പെൺ ശിശു ഞായറായിട്ട് ആചരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ പെൺകുട്ടികളൊക്കെ ആയിരിക്കും ആരാധനയുടെ വിധങ്ങളാക്കാൻ നേതൃത്വം വഹിക്കുന്നത് എന്നും പ്രത്യേകമായി അടുത്ത ഫ്രൈഡേ, നെക്സ്റ്റ് ഫ്രൈഡേ സർവീസ് ഗേൾ ചൈൽഡ് ഡേ ആയിട്ടാണ്. അതിൻ്റെ ക്രമീകരണങ്ങൾ വാട്സാപ്പിലൂടെ പ്രത്യേകമായി നിങ്ങളെ അറിയിക്കുന്നതാണ്. താങ്ക് യു. ക്രിസ്തീയ ഗീതങ്ങൾ 240 പാട്ട്, കീർത്തനം 249, ഹിം നമ്പർ 249.
ദൈവമേ, സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ, നിന്റെ പാദത്തിലായിരിക്കുവാനും തിരുമുഖത്തേക്ക് നോക്കി അങ്ങനെ ലഭിച്ച നന്മകൾക്ക് നന്ദി പറയുവാനും സ്തോത്രം കരേറ്റുവാനും അനേകർക്ക് വേണ്ടി മദ്യം ചെയ്യുവാനും എല്ലാം ഞങ്ങൾ ഒരുക്കിയതിനായി സ്തോത്രം. ഞങ്ങളുടെ ഹൃദയങ്ങളെ, ആവശ്യഭാരങ്ങളെ, ചിന്താപൂരങ്ങളെ നിന്റെ മേൽ ഞങ്ങൾ ഇറക്കി വെച്ചല്ല കർത്താവേ. ഞങ്ങളുടെ ആവശ്യങ്ങളെ നീ അറിഞ്ഞ് ഇടപെടണമേ. ഞങ്ങളുടെ ഭാവി ധന്യമാക്കണമേ. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവരെയും ദൈവരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാല അനുഗ്രഹത്തെ പാലാക്കി തീർക്കണം. തിരികിതമെങ്കിൽ കർത്താവെ, അടുത്ത വെള്ളിയാഴ്ച ആലയത്തിൽ സഗുണമായി കിടന്നു നിന്നെ ആരാധിപ്പാൻ അങ്ങ് ഞങ്ങൾ ഒരുക്കണമേ. കൊയറായി കിടന്നൊന്ന് പാടുവാനും എല്ലാം ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. നാഥ, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന് തന്നെയുള്ള നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ.